എന്തൊരു സംഭവം? നമസ്കാരം ജോസേട്ടാ. ഇതേ നമ്മള് വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മിച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് അരിപ്പൊടിയും മൈദയും ചേർക്കാം. നമ്മൾ ഈ രണ്ട് സാധനം വീട്ടിലേക്ക് തന്നെ കയറ്റാറില്ല. ഇതില് 90% കടലമാവാണ്. ഇതിന്റെ നൂലുണ്ടല്ലോ, അതില് ഞങ്ങളുടെ ഭാഷയിൽ സേവ എന്ന് പറയും. അതില് കുറച്ച് ഉള്ളിപ്പൊടി ചേരും. ഉള്ളിപ്പൊടി ശരീരത്തിന് കേടില്ല. മറ്റേ അരിപ്പൊടിയാണെങ്കിൽ ഹാർഡാവും, മിച്ചർ കടിക്കാൻ സുഖം ഉണ്ടാവില്ല. മൈദയാണെങ്കിൽ ശരീരത്തിന് കേടാണ്. ഈ അറിവുള്ളതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ചൊരു രണ്ടാമത് ചോദിച്ചു വരും. അല്ല, നമ്മള് ഇവിടെ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ കടയിൽ പലചരക്ക് സാധനങ്ങള്, ബിരിയാണിയുടെ അരി, മസാല സാധനങ്ങളാണല്ലോ. ഫാമിലി വരണ്ടല്ലോ, അവര് വരുമ്പോ ഒരു പാക്കറ്റ് കൊണ്ടുപോയാ അവർക്ക് അത് ഇഷ്ടപ്പെട്ട അവര് ചോദിച്ചു വരില്ലേ. ബേക്കറി ഉണ്ടാവുമ്പോ ആളുകൾ ബേക്കറിയിലേക്ക് പോയിട്ടല്ലേ മേടിക്കുള്ളൂ. അവിടെ പോയി മേടിക്കുന്നവർ അവിടെ പോയി മേടിക്കട്ടെ. നമ്മളുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ രണ്ടാമത് മേടിക്കാം. എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ ഉണ്ടാവുക? മെയിൻ ആയിട്ട് മിച്ചറാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ റോസ്റ്റ് കപ്പലിന്റെ ഉണ്ട്, മസാല കപ്പലിന്റെ ഉണ്ട്. പിന്നെ ലഡു, ജിലേബി, പേട, മൈസൂർ പാക്ക്, കൊള്ളികള് 4 തരം, കൊക്കുവട, കപ്പലിന്റെ ഇനി വേറെ 2 തരം ഉണ്ട്. പിന്നെ തക്കാളി മുറുക്കുണ്ട്, ചീസ് ബോൾ ഉണ്ട്. ഒരു ആവറേജ് പറയുമ്പോ 1 മന്ത്, ഒരു മാസം സുഖമായിട്ട് പറയാം. ഇനി ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാ? നമ്മള് GST ഒന്നും എടുത്തിട്ടില്ല. നമ്മള് ഫുഡ് വ്യവസായം പോലെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡെവലപ്മെന്റ് ആയാൽ നമുക്ക് GST ഒക്കെ എടുത്തിട്ട് വേണം വലിയ കടകളിൽ കയറാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മള് ചെറിയ കടകളിലാണ് കൊടുക്കുന്നത്. നമ്മളെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാമ്പിൾ എല്ലാതും നമുക്ക് കുറേശ്ശെ ഒരു 2-3 പാക്കറ്റ് വെക്കാം. എന്നിട്ട് നമ്മള് ആളുകൾക്കൊന്ന് കൊടുത്തു നോക്കട്ടെ. ആയിക്കോട്ടെ. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും അതിന്റെ സാമ്പിള് ഒരു 2-3 പാക്കറ്റ് എല്ലാ ഐറ്റംസും വെക്കാം. അത് വെച്ചിട്ട് നമ്മൾ ആളുകൾക്ക് കൊടുത്തു നോക്കട്ടെ. കൊടുത്തു നോക്കിയിട്ട് ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് തൃപ്തിയായിട്ട് അവര് അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ വയ്ക്കാം. കാരണം നമ്മുടെ കടയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൂടുതൽ വെക്കുള്ളൂ. അല്ല, ഞാനേ നിങ്ങളുടെ സാധനം മോശമാണെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിച്ചേ നമ്മുടെ കസ്റ്റമേഴ്സില്ലേ, അവർക്ക് തൃപ്തിയുള്ള സാധനങ്ങൾ അവിടെ എപ്പോഴും. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ എന്തെങ്കിലും ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോ മുളകുപൊടി മല്ലി ഏത് സാധനം വന്നാലേ ആദ്യം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ പെണ്ണിനെ കൊണ്ട് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കും, സാമ്പാർ അല്ലെങ്കിൽ ചിക്കൻ ബീഫ് ഒക്കെ. നമ്മുടെ അഭിപ്രായം അപ്പൊ അവള് വെച്ചിട്ട് നല്ല മിളകാണ്, അല്ലെങ്കിൽ നല്ല മസാലയാണ്, അതുപോലെ നല്ല വെളിച്ചെണ്ണയാണ് എന്ന് അവള് പറയും. അപ്പൊ അങ്ങനെ വരുന്ന ഐറ്റംസ് ഞാൻ എപ്പോഴും, അതുപോലെ അരിപ്പൊടി ആണെങ്കിലും പുട്ടുപൊടി ആണെങ്കിലും ഏത് സാധനം ആണെങ്കിലും ഫസ്റ്റ് തന്നെ വീട്ടിൽ കൊണ്ടിട്ട് പെണ്ണിന് കൊടുക്കും. എന്നിട്ട് അവള് വെച്ചിട്ട് അവള് പറയാം അത് കുഴപ്പമില്ല ചേട്ടാ, നല്ലതെന്ന് പറയും. അപ്പൊ അത് കാരണം അവളാണെങ്കിൽ കുക്കിങ്ങിൽ പുലിയ. അപ്പൊ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ അവള് കംപ്ലൈന്റ് ഇല്ലാത്ത ഐറ്റാണെങ്കിൽ നമ്മൾ തൊട്ടിപ്പുറത്തൊരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലുകാർക്ക് കൊടുക്കും. അപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി സാധനം മേടിക്കുന്ന ആളാ. അപ്പൊ അവർക്ക് സാധനം കൊടുത്തിട്ട് അവര് പെട്ടെന്ന് കംപ്ലൈന്റ് ആണെങ്കിൽ അപ്പൊ തന്നെ പറയുന്നു. അപ്പൊ അവരും കംപ്ലൈന്റ് വലിയ നല്ല സാധനം എന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുള്ളൂ. പൊതുവെ അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ എടുത്ത് കൊടുക്കില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ മേടിക്കണം. അതന്നെ. അതുകൊണ്ട് നമ്മള് കുറേശ്ശെ വെക്കല്ല അതും. എന്നിട്ട് ഞങ്ങള് കൊടുത്തു നോക്കട്ടെ. എന്നിട്ട് അഭിപ്രായം സെറ്റ് ആണെങ്കിൽ നമ്മള് നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങള് എങ്ങനെയാ നിങ്ങള് സപ്ലൈ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരും. എന്തൊക്കെ അത് നമ്മള് ഹോൾസെയിലായിട്ട് സപ്ലൈ ഉണ്ട്, മറ്റേ ബേക്കറികളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ടികൾക്ക് വേണമെങ്കിൽ പാർട്ടികൾക്ക് നേരിട്ട് പറയും. ഓക്കെ. അപ്പൊ നിങ്ങളെ ഐറ്റംസിന്റെ പേര് അങ്ങോട്ട് തിരിഞ്ഞിട്ടൊന്ന് പറഞ്ഞു. ഐറ്റംസ് എന്തൊക്കെയാണ്? ഐറ്റംസ് ലഡു, ജിലേബി, പേട, മൈസൂർ പാക്ക്, അതുപോലെ അച്ചപ്പം, കൊഴലപ്പം, അയിനാസ്, പിന്നെ കപ്പലിന്റെകള് 4 തരം ഉണ്ട്. റോസ്റ്റ് കപ്പലിന്റെ, മസാല കപ്പലിന്റെ, സാധാ കപ്പലിന്റെ, വെള്ളക്കപ്പലിന്റെ. അതുപോലെ കൊള്ളി 4 തരം ഉണ്ട്. വട്ടക്കൊള്ളി എരിവുള്ളതും എരിവിടാത്തതും. പിന്നെ തീപ്പെട്ടിക്കൊള്ളി, വീതിക്കൊള്ളി. പിന്നെ നമുക്ക് ചീസ് ബോൾ വരുന്നുണ്ട്, തക്കാളി മുറുക്ക് വരുന്നുണ്ട്. അയിനാസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതില് ഈ പറഞ്ഞ സാധനങ്ങള് നമ്മള് ഈ എല്ലാതും ഇവിടെ വെച്ച് വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് ബേക്കറി ഉണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇത് നമ്മുടെ മുഖ്യ ഐറ്റം അല്ല. ഇവിടെ ബിരിയാണി അരി, മസാലകൾ, പലചരക്ക്, പിന്നെ
കേക്കിന്റെ സാധനങ്ങൾ ഇത്ര ഐറ്റംസ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഓരോ പാക്കറ്റുകൾ വെക്കുക, ഇവിടെ നമ്മൾ ആളുകൾ കാണുന്ന സ്ഥലത്ത് വെക്കുക. എന്നിട്ട് ആളുകൾ കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവര് ഓർഡർ തന്നതിനനുസരിച്ച് കൂടി കൂടി. അല്ലാതെ ഇത് നമ്മളൊരു മുഖ്യമായിട്ടാക്കി ഇങ്ങനെ മാറ്റാൻ പറ്റില്ല കേട്ടാ. സാവധാനം നമുക്ക് നോക്കാം, അങ്ങനെ ചെയ്യാം. കൊടുക്കാം. നമ്മള് വീട്ടുകാർ കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കാം. അപ്പൊ ഒരു കാര്യം ധൈര്യമായിട്ട് മുന്നോട്ട് പോ കേട്ടാ. അപ്പൊ നമ്മള് നല്ല ക്വാളിറ്റി അതില് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും ഫുഡുകാർ അവരവരൊക്കെ കൊണ്ടുപോയി തന്നെ ഒരു കംപ്ലൈന്റ് പ്രശ്നങ്ങൾ വരാൻ പാടില്ല. നല്ല സാധനങ്ങളായിരിക്കും നമ്മുടെ വീട്ടുകാർ കൊണ്ടായാലും തൃപ്തി വേണം. അപ്പൊ അങ്ങനത്തെ ആയിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം, എന്തെങ്കിലും കുറേശ്ശെ വെക്കാം, സഹകരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവിധ ആശംസകള്. അങ്ങോട്ട് നോക്കിയേ. കൊടുത്ത ആളുകൾക്ക് തൃപ്തിയാണെങ്കിൽ കൂടുതൽ ഐറ്റംസ് പറയും. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. സ്ഥാപനത്തിന്റെ പേര് ശ്രേയസ് സ്വീറ്റ്സ്. ശ്രേയസ് സ്വീറ്റ്സ് അല്ലേ? ശാസ്ത്രി ലൈൻ. ശാസ്ത്രി ലൈൻ എവിടെയത്? CRMPO. സെന്റ് പോൾസ് സ്കൂളിന്റെ ബാക്ക് സൈഡ്. സെന്റ് പോൾസ് സ്കൂളിന്റെ ബാക്കില് അല്ലേ? നിങ്ങളുടെ ഫോൺ നമ്പർ പറഞ്ഞേ. 94 950 550 25. ഒന്നുകൂടി പറഞ്ഞ ഫോൺ നമ്പർ. ഒരു നമ്പർ കൂടി ഉണ്ട്. 701 255 1600. ആ രണ്ട് നമ്പർ ഒന്നുകൂടി പറഞ്ഞ കാണാണ്ട്. 94 950 550 25. 701 255 1600. ഓക്കെ, നമ്മളെന്തായാലും ഇത് മറ്റെന്താ പറയാ, ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടാ. അപ്പൊ ശരി, വളരെ എല്ലാവിധ ആശംസകളും, വിജയം നിങ്ങൾക്ക്, എല്ലാ വിജയാശംസകളും നിങ്ങൾ നേരിടും. താങ്ക് യു. ഓക്കെ, ശരി.